ഹല്ലേലൂയ സ്തോത്രം. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്ന് വരുന്നൊരു വചനവുമായിട്ടാണ്. വിശ്വാസത്തിൻ്റെ കോട്ടകൾ. നമ്മളെപ്പോഴും പകുതി വിശ്വാസമുള്ളവരാണ് ഇന്ന് പല ആൾക്കാർ. ഒരു പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ഹൃദയത്തോടെയും നമ്മൾ ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ അല്ല മിക്കവാറും. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കോട്ട എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പകുതി വിശ്വാസം ഉള്ളവരായി തീർന്നത്? സാത്താൻ്റെ കോട്ടകൾ നമ്മുടെ ചുറ്റുമുള്ളതുകൊണ്ടാണ്. ആ സാത്താൻ്റെ കോട്ടകൾ എങ്ങനെ തകർക്കാം എന്നൊരു ഞാൻ വചനത്തിൽ കൂടിയിട്ട് പറയുകയാണ്. എബ്രായർ 4:12 വചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ഈ ഇരുവായ് തലയുള്ള ചൈതന്യമുള്ള ജീവനുള്ള വചനം. ഹല്ലേലൂയ സ്തോത്രം. പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഈ വചനം നമ്മൾ തുളച്ചു ചെല്ലണം, ഏതിനെയും. കാരണം നമ്മൾ വിശ്വാസത്തിൻ്റെ കോട്ടകൾ കെട്ടിക്കഴിഞ്ഞാൽ, കാരണം ഈ വചനം കൊണ്ട് ഏതിനെയും നമുക്ക് ഇടിച്ചു തകർപ്പിക്കാൻ സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഏതൊരു സാത്താൻ്റെ കോട്ടകളെയും നമുക്ക് ഇടിച്ച് തെറിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ വചനം. അപ്പോൾ റോമർക്ക് എഴുതിയ 6-ാമത്തെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അത് എങ്ങനെ നമ്മൾക്ക് നേടാം? കാരണം വിശ്വാസത്തിൻ്റെ കോട്ട, ഈ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ സാത്താൻ്റെ കോട്ടകളെ തകർത്ത് എങ്ങനെ എത്തിക്കാം? അതിൽ റോമർക്ക് എഴുതിയ 6-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് എരിവാഴ്ത്തും. ജഡമോഹങ്ങൾ അനുസരിക്കും. കാരണം നമ്മുടെ ജഡത്തിൻ്റെ മോഹത്തിൽ നമ്മൾ വീണുപോകരുത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജഡത്തിൻ്റെ മോഹങ്ങളിൽ നമ്മൾ വീണു പോകരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുക. നമ്മുടെ ശരീരം നീതിയുടെ ആയുധമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുക. നീതിയുടെ ആയുധമായിട്ട്. നേരത്തേക്ക് എന്തായിരുന്നു? അനീതിയുടെ ആയുധമാണ്, പാപത്തിൻ്റെ ആയുധമായിരുന്നു നമ്മുടെ ശരീരം. മനസ്സിലായില്ലേ? അത് സാത്താൻ്റെ കോട്ടകൾ ഇടിച്ച് തകർക്കാത്തപ്പോൾ, മനസ്സിലായില്ലേ, നമുക്ക് പാപത്തിൻ്റെ ആയുധമാണ് നമ്മുടെ ജഡം. അപ്പം നമ്മുടെ ജഡത്തിൽ നമ്മൾ വീണിരിക്കുക. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വിശ്വാസത്തിൻ്റെ കോട്ടകൾ കിട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നീതിയുടെ ആയുധമായി നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുക. ഞാനൊരു വേറൊരു വചനം കൂടെ ഇതിന് പറയാം. നമ്മൾ ഈ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് നീതിയുടെ ആയുധമായിട്ട് നമ്മുടെ ശരീരത്തിന് ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റുക? നമുക്ക് യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ നമ്മുടെ പടച്ചട്ടകളൊക്കെ വരും, അല്ലെങ്കിൽ ശത്രുക്കൾ നമ്മളെ തകർക്കും. നമ്മളൊന്നുമില്ലാതെ ഒരു യുദ്ധക്കളത്തിൽ പോകുമ്പോൾ നമ്മൾ പല സ്ഥലത്തു നിന്നും അമ്പുകൾ നമ്മൾ യുദ്ധക്കളത്തിൽ അങ്ങ് മരിച്ചു വീഴും.
അപ്പോൾ ഇതാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനം. 13 മുതൽ ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് നീതിയുടെ ആയുധമായി നമ്മുടെ ശരീരത്തെ എങ്ങനെ മാറ്റാം? അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാൻ, ഒരു യുദ്ധത്തിനാണ് നമ്മൾ പോകുന്നത്. സാത്താനോട് ഈ വചനം കൊണ്ട് സാത്താന്റെ കോട്ടകൾ ഇടിച്ചു നിരപ്പാക്കി വിശ്വാസത്തിന്റെ കോട്ടകൾ നമുക്ക് ചുറ്റും കെട്ടാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും. കണ്ടില്ലേ, ഉറച്ചു നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു അവിശ്വാസവും വിശ്വാസം, ഇത് നമ്മൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഉറച്ചു നിൽക്കുക, കാരണം ഒരു തടിക്ക്, കാരണം ഒരു 4 തൂണുകൾക്ക് നല്ലൊരു ഉറപ്പുണ്ടെങ്കിൽ അതവിടെ സ്ഥിരതയുള്ളതായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് തെന്നി മാറും, ഉറപ്പില്ലെങ്കിൽ. അല്ലെങ്കിൽ അതവിടെ വീഴും. അപ്പൊ നമ്മൾ ഉറച്ചു നിൽപ്പാൻ ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. അതാണ്. കാരണം നമ്മൾ യുദ്ധത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ പടച്ചട്ട അണിയുന്നത് പോലെ ദൈവത്തിൻ്റെ സർവായുധം ധരിച്ച് നിങ്ങൾ ഇറങ്ങിക്കൊള്ളുവിന്ന് നമ്മളോട് വചനം പറയുകയാണ്. അപ്പൊ 14-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. എല്ലാറ്റിനും മീതെ, കാരണം ഒരുക്കം, ഇവിടെയാണ് ഒരുക്കം എന്ന് പറയുന്നത്. നമ്മൾ ഒരുങ്ങുക എന്നത്, നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോഴും നമ്മൾ ഈ പ്രത്യേക നമ്മൾ ഒരുക്കം വേണം. ഒരുക്കം കാലാണ് നമ്മൾ നടത്തുന്നത്. കാരണം എല്ലാറ്റിനും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കി. എല്ലാറ്റിനും ഇതേ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച. മനസ്സിലായില്ലേ? വിശ്വാസമെന്ന പരിച. ആ തീയമ്പുകളൊക്കെ തകർക്കാൻ കോട്ടകൾ തകർക്കാൻ വിശ്വാസം എന്ന പരിച. അതാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസത്തിന്റെ കോട്ടകൾ ഇവിടെയാണ് എത്തുന്നത്. നമുക്കങ്ങനെ വിശ്വാസത്തിന്റെ കോട്ടകൾ കെട്ടാം. കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരോസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ഇതാണ് ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. ഈ വാളും പരിചയം കൊണ്ട് നമുക്ക് സാത്താന്റെ കോട്ടകള്, മനസ്സിലായില്ല? ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ന് പല ആളുകൾക്കും ഇപ്പോഴും ദൈവമുണ്ടോ എന്നൊരു ചിന്താഗതി, ഇങ്ങനെ പൂർണ്ണതയില്ല ഒന്നിനും. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും വിശ്വസിക്കുവിൻ നിങ്ങൾ. അതാണ് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുവിൻ. അതാണ് എബ്രഹാം വിശ്വസിച്ചു, നീതിക്കായി കണക്കിട്ട്. അതാണ് പറയുന്നത്. ഇത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതൊരു പരിചയമാണ്. നിങ്ങൾ വിശ്വസിക്കുവിൻ. അപ്പോ ഏത് സാത്താന്റെ കോട്ടകളെയും നമുക്ക് തകർക്കാം. വിശ്വാസത്തിന്റെ കോട്ടകൾ നമുക്ക് കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.